ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് SCERT പാഠപുസ്തകത്തിലെ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. ചാപ്റ്റർ നെയിം നദീതട സംസ്കാരങ്ങളിലൂടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ കാരണങ്ങൾ എന്തെല്ലാം? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ കാരണങ്ങൾ എന്തെല്ലാം? 1. വെള്ളപ്പൊക്കം. 2. പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ. 3. വനനശീകരണം. 4. കാർഷിക മേഖലയിലെ തകർച്ച. 5. പകർച്ചവ്യാധികൾ. 1. വെള്ളപ്പൊക്കം. 2. പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ. 3. വനനശീകരണം. 4. കാർഷിക മേഖലയിലെ തകർച്ച. 5. പകർച്ചവ്യാധികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഹാരപ്പൻ ജനതയുടെ വിശ്വാസ രീതികളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഹാരപ്പൻ ജനതയുടെ വിശ്വാസ രീതികളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. 1. മാതൃദൈവാരാധന. മാതൃദൈവാരാധന. കളിമണ്ണിൽ നിർമ്മിച്ച ധാരാളം സ്ത്രീ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് മാതൃദൈവാരാധന നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ്. അടുത്തത്, മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ആരാധിച്ചു. മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ആരാധിച്ചു. അടുത്തത്, മോഹൻജോദാരോവിലെ വലിയ കുളം. മോഹൻജോദാരോയിലെ വലിയ കുളം മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചതാവുമെന്ന് കരുതുന്നു. അടുത്തത്, ആദിമ ശിവനെ ആരാധിച്ചു. ഹാരപ്പയിൽ നിന്നും ലഭിച്ച പുരുഷ രൂപത്തിലുള്ള ശില്പങ്ങൾ ആദിമ ശിവന്റെ ശില്പങ്ങളാണെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടു. ഹാരപ്പൻ ജനതയുടെ വിശ്വാസ രീതികൾ: 1. മാതൃദൈവാരാധന. 2. മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ആരാധിച്ചു. 3. മോഹൻജോദാരോവിലെ വലിയ കുളം. 4. ആദിമ ശിവനെ ആരാധിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, കല, കരകൗശല മേഖലകളിൽ ഹാരപ്പൻ ജനതയുടെ സംഭാവനകൾ വിശദീകരിക്കുക. കല, കരകൗശല മേഖലകളിൽ ഹാരപ്പൻ ജനതയുടെ സംഭാവനകൾ വിശദീകരിക്കുക. ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മുദ്രകൾ, കളിമൺ രൂപങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ അവരുടെ കരവിരുതിന് ഉദാഹരണമാണ്. ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മുദ്രകൾ, കളിമൺ രൂപങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ അവരുടെ കരവിരുതിന് ഉദാഹരണമാണ്. മൺപാത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ച ചൂളകളുടെ അവശിഷ്ടങ്ങൾ ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. മൺപാത്രങ്ങളിൽ അലങ്കാരപ്പണികൾ നടത്തിയിട്ടുണ്ട്. കളിമണ്ണിൽ മൃഗരൂപങ്ങൾ നിർമ്മിച്ചു. സ്ത്രീ പുരുഷ രൂപങ്ങളും വണ്ടികളുടെ രൂപങ്ങളും ലഭിച്ചിട്ടുണ്ട്. ചെമ്പ്, വെങ്കലം, സ്വർണം എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. ലോഥാലിൽ നിന്ന് മുത്തു നിർമ്മാണ കേന്ദ്രത്തിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കളിമണ്ണ്, വെങ്കലം, ആമത്തോട് എന്നിവ ഉപയോഗിച്ച് വളകൾ നിർമ്മിച്ചിരുന്നു. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുണ്ടായിരുന്നെങ്കിലും ഹരപ്പൻ ജനത ആയുധ നിർമ്മാണത്തിന് അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല. ഹരപ്പൻ ജനതയുടെ മികച്ച കലാവൈഭവം പ്രകടമാകുന്നത് മുദ്രകളുടെ നിർമ്മിതിയിലാണ്. കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും മുദ്രകൾ നിർമ്മിച്ചിരുന്നു. മോഹൻജോദാരോവിൽ നിന്നും ലഭിച്ച നർത്തകിയുടെ പ്രതിമ ഇതിനുദാഹരണമാണ്. അക്കാലത്ത് വിവിധ തൊഴിൽ കൂട്ടങ്ങൾ നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ് വിവിധതരം കരകൗശല വസ്തുക്കൾ. അപ്പോൾ കല, കരകൗശല മേഖലകളിൽ ഹരപ്പൻ ജനതയുടെ സംഭാവനകളാണ് കരകൗശലങ്ങൾ, അതുപോലെ മുദ്രകൾ, കളിമൺ രൂപങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, അതുപോലെ മൺപാത്ര നിർമ്മാണത്തിന് ചൂളകൾ, മൺപാത്രത്തിലെ അലങ്കാരപ്പണികൾ, കളിമണ്ണിൽ മൃഗരൂപങ്ങൾ, ചെമ്പ്, സ്വർണം, വെങ്കലം കൊണ്ട് ആഭരണങ്ങൾ, കലാവൈഭവങ്ങൾ, മുദ്രകൾ, കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും, നർത്തകിയുടെ പ്രതിമ, അതുപോലെ ധോളാവിരയിലെ സൂചനാ ബോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരപ്പൻ ജനതയുടെ കടൽ വഴിയുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്ന തെളിവുകൾ ഏതെല്ലാം? ഹരപ്പൻ ജനതയുടെ കടൽ വഴിയുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്ന തെളിവുകൾ എന്തെല്ലാം? 1. മെസപ്പൊട്ടാമിയയിൽ നിന്ന് ലഭിച്ച ലിഖിതങ്ങൾ. 2. ഹരപ്പയിൽ നിന്ന് ലഭിച്ച മെസപ്പൊട്ടാമിയൻ മുദ്രകൾ. 3. കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിൻ്റെ രൂപങ്ങൾ. 1. മെസപ്പൊട്ടാമിയയിൽ നിന്ന് ലഭിച്ച ലിഖിതങ്ങൾ. 2. ഹരപ്പയിൽ നിന്ന് ലഭിച്ച മെസപ്പൊട്ടാമിയൻ മുദ്രകൾ. 3. കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിൻ്റെ രൂപങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഹരപ്പൻ സംസ്കാരത്തെ വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഹരപ്പൻ ജനത വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചതുകൊണ്ടാണ് ഹരപ്പൻ സംസ്കാരത്തെ വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിക്കാൻ കാരണം. ഹരപ്പൻ ജനത വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചതുകൊണ്ടാണ് ഹരപ്പൻ സംസ്കാരത്തെ വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിക്കാൻ കാരണം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കിയത്.
നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്